ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും കൊതിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സഹായം ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കും. നിങ്ങളിൽ പലരും ദൈവത്തിൻ്റെ സഹായം അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഏതെല്ലാം വാതിലടഞ്ഞാലും ആ വാതിൽ അടഞ്ഞതൊന്നും അവരുടെ ജീവിതത്തെ ബാധിക്കത്തില്ല. ദൈവം നമ്മളെ സഹായിക്കുമെന്നൊരു സന്ദേശമാണ് ഇന്ന് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് നിയോഗം തന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇവിടെ പ്രവാചകൻ ദൈവത്തിന്റെ വായായി നിന്നുകൊണ്ട് പറയുക, സ്തോത്രം, നിന്റെ വലങ്കൈക്ക് ഞാൻ പിടിക്കും. സ്തോത്രം. ഭയപ്പെടേണ്ട എന്നൊരു ശബ്ദം നിനക്ക് തരും. ഞാൻ നിന്നെ സഹായിക്കും. മനുഷ്യന്റെ സഹായം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരാണ് ദൈവമക്കൾ. മനുഷ്യർ സഹായിക്കുന്നതും ദൈവം സഹായിക്കുന്നതും രണ്ടാണ്. മനുഷ്യർ കൊടുക്കുന്നതും ദൈവം കൊടുക്കുന്നതും രണ്ടാണ്. ദൈവം തരാൻ ദൈവത്തോട് ചോദിക്കണമെന്ന് നിർബന്ധമില്ല, അറിഞ്ഞു കണ്ടു തരും. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ള ആഹാരം തരാൻ കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവ് ആഹാരം തരണേ എന്ന് പ്രാർത്ഥിച്ചില്ല. മറ്റൊരു ഭാഗത്ത് ദൂതൻ ഏലിയാവിന് അപ്പം കൊണ്ട് കൊടുക്കുന്ന കാര്യമാണ്. ഏലിയാവ് അപ്പത്തിന് പ്രാർത്ഥിച്ചില്ല, അറിഞ്ഞു കണ്ട് ദൈവം കൊടുത്തു. എന്നാൽ സാരാഫത്തിലെ വിധവയോട്, അതൊരു മനുഷ്യനാണ്, അവരോട് ചോദിക്കേണ്ടി വന്നപ്പം, അപ്പം മനുഷ്യനോട് ചോദിച്ചാലേ ലഭിക്കത്തുള്ളൂ. ചോദിക്കാതെ തരുന്നത് ദൈവമാണ്. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, ഒരു മനുഷ്യന്റെ കണ്ണിൽ നീ നോക്കരുത്, ചോദിക്കാതെ അറിഞ്ഞു കണ്ടു തരുന്ന ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നീ നോക്കണം. അവൻ നിന്നെ വലങ്കൈക്ക് പിടിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിന്നെ സഹായിക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഹായം നിന്റെ മേൽ വരും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ സഹായമുണ്ടാകണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഹായം നീ അനുഭവിച്ചറിയും. ഗോഡ് ബ്ലെസ് യു.